എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എൽ.ഡി.എഫും യു.ഡി.എഫും തമ്മിലാണ് സംസ്ഥാനത്ത് മത്സരം. താൻ പറഞ്ഞതിനെ എൽ.ഡി.എഫും ബി.ജെ.പിയും തമ്മിലാണെന്ന തരത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു മാധ്യമങ്ങൾ. അതോടൊപ്പം തന്നെ വി.ഡി. സതീശനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ, വി.ഡി. സതീശൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കും ഇ.പി. ജയരാജൻ മറുപടി പറഞ്ഞു. വി.ഡി. സതീശന്റെ പാരമ്പര്യമല്ല തനിക്കെന്ന് എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ പറഞ്ഞു. 150 കോടി കള്ളപ്പണത്തിന്മേൽ വി.ഡി. സതീശൻ അടയിരിക്കുകയാണ്. പി.വി. അൻവറിന്റെ ആരോപണം വി.ഡി. സതീശൻ ഇതുവരെ നിഷേധിച്ചിട്ടില്ലെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. വി.ഡി. സതീശനെ കുറിച്ച് നിയമസഭയിൽ തന്നെ നിയമസഭാംഗമായിട്ടുള്ള എം.എൽ.എ. ആയിട്ടുള്ള സഖാവ് അൻവർ ഒരു 150 കോടി മത്സ്യപ്പെട്ടിയിൽ പണം കടത്തിയ കാര്യം വിശദീകരിച്ചില്ലേ? ആ സഭയിൽ വി.ഡി. സതീശൻ ഉണ്ടായില്ലേ? വി.ഡി. സതീശനെ നിഷേധിക്കാൻ സാധിച്ചോ? ഒരു വാക്ക് പറഞ്ഞു. ഇനി നിയമസഭ ഒരു പരിരക്ഷ വേദി, അതുകൊണ്ട് അവിടെ പറഞ്ഞാൽ കേസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അൻവർ പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ? വി.ഡി. സതീശൻ എന്താ പ്രതികരിക്കാൻ കഴിയാത്തത്? അനധികൃതമായി 150 കോടി രൂപ കള്ളപ്പണം കൊണ്ടുവന്ന് ആ കള്ളപ്പണത്തിൻ്റെ മേലെ ഇരിക്കുന്ന നേതാവാണ് വി.ഡി. സതീശൻ. അത് കുറച്ചെന്തോ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം കമ്മിറ്റികൾ കൊടുത്തു. ആ പാരമ്പര്യവും ശീലവുമല്ല എനിക്ക്. അതാദ്യം അദ്ദേഹം മനസ്സിലാക്കണം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, ഇ.പി. ജയരാജൻ ഇന്ന് വി.ഡി. സതീശൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടക്കം മറുപടി പറഞ്ഞു. ഒപ്പം തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ തെറ്റായി വ്യാഖ്യാനിച്ചത്. കേരളത്തിൽ മത്സരം എൽ ഡി എഫും യു.ഡി.എഫും തമ്മിലാണ്, എൽ.ഡി.എഫും ബി.ജെ.പിയും തമ്മിലാണെന്ന തരത്തിൽ മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ താൻ പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നും പറയുകയുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇ.പി. ജയരാജൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? സിജു, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സ്വന്തം സ്ഥാനത്തിന് ചേരാത്ത തരത്തിലുള്ള പച്ചക്കള്ളങ്ങളാണ് വിളിച്ചു പറയുന്നത് എന്നാണ് ഇ.പി. ജയരാജൻ എൽ.ഡി.എഫ് കൺവീനർ ചൂണ്ടിക്കാട്ടിയത്. ഏതു തരത്തിലുള്ള വ്യാജ ആരോപണവും ഉന്നയിക്കുക പ്രതിപക്ഷ നേതാവിന് യോജിക്കാത്ത തരത്തിലാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. തനിക്ക് ബിസിനസ് ഉണ്ട്, രാജീവ് ചന്ദ്രശേഖരുമായി ബന്ധമുണ്ട് എന്നെല്ലാം തരത്തിലുള്ള നട്ടാൽ കുരുക്കാത്ത നുണകളാണ് വി.ഡി. സതീശൻ പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ കള്ളപ്പണത്തിന് മുകളിൽ അടയിരിക്കുന്നത് വി.ഡി. സതീശനാണ്. നേരത്തെ എം.എൽ.എ. അൻവർ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ 150 കോടിയോളം കള്ളപ്പണമാണ് വി.ഡി. സതീശൻ കൊണ്ടുവന്നത്. അതിനു മുകളിൽ അടയിരുന്നാണ് ഇല്ലാത്ത ആരോപണങ്ങൾ തനിക്കെതിരെ ഉന്നയിക്കുന്നതെന്നാണ് ഇ.പി. ജയരാജൻ ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, ഏതെങ്കിലും ബിസിനസ് തനിക്കുണ്ടെങ്കിൽ, തനിക്കോ ഭാര്യയ്ക്കോ ഉണ്ടെങ്കിൽ മുദ്രപേപ്പറുമായി വന്നാൽ, അതിന്റെ തെളിവുമായി വന്നാൽ മുഴുവനും വി.ഡി. സതീശന് എഴുതി കൊടുക്കാം എന്നുള്ള വെല്ലുവിളിയാണ് ഇ.പി. ജയരാജൻ നടത്തിയത്. മാത്രമല്ല, ഒരു ചാനൽ 24 ചാനൽ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്, തുടർച്ചയായി ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. വലിയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. ഈ ഗൂഢാലോചനയ്ക്കും ബ്ലാക്ക്മെയിലിംഗിനെതിരെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശക്തമായ നിയമ നടപടിയിൽ മാധ്യമം 24 ചാനൽ തെറ്റായ രീതിയിൽ, അപകീർത്തികരമായ രീതിയിൽ വാർത്തകൾ നൽകുന്നതിന്റെ നടപടി സ്വീകരിക്കും എന്നാണ് ഇ.പി. ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും എൽ.ഡി.എഫും ബി.ജെ.പിയും തമ്മിലാണ് മത്സരം എന്ന തരത്തിൽ ഇ.പി. ജയരാജന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തയുണ്ടായിരുന്നു. ആ വാർത്തകളെയാണ് ഇ.പി. ജയരാജൻ നിഷേധിച്ചത്. തന്റെ വാക്കുകളെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇ.പി. ജയരാജൻ പറഞ്ഞത്. കേരളത്തിൽ എൽ.ഡി.എഫും യു.ഡി.എഫും തമ്മിൽ തന്നെയാണ് മത്സരം, അതിൽ യാതൊരു സംശയവുമില്ല. മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കന്മാരെല്ലാം തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണത്. അത് തന്നെയാണ് തന്റെയും അഭിപ്രായം. എന്നാൽ ബി.ജെ.പി കടന്നു വരണമെന്നതിൽ ജാഗ്രത വേണം എന്നുള്ള മുന്നറിയിപ്പ് നൽകിയതിനെയാണ് ഈ രീതിയിൽ തെറ്റായി വളച്ചൊടിച്ച് മാധ്യമങ്ങളിൽ നൽകിയിട്ടുള്ളത് എന്നും ഇ.പി. ജയരാജൻ വ്യക്തമാക്കി. ഏതായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ, തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് ഇ.പി. ജയരാജൻ ആവശ്യപ്പെട്ടത്. ശരി, സന്തോഷാണ് ഇ.പി. ജയരാജന്റെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്.